ദുആയുടെ 12 മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ 7 മര്യാദകൾ, ആദാബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 8ാമത്തെ ആദാബുകളിൽപ്പെട്ട 8ാമത്തേത് അസ്സുആലു ബി അസ്മാഇല്ലാഹിൽ ഹുസ്ന. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നകൾ ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുക എന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ അസ്മാഉകളുണ്ട്, അസ്മാഉൽ ഹുസ്ന. അത് എടുത്തു പറഞ്ഞ് അത് ഉപയോഗിച്ചുകൊണ്ട് ചോദിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രായിൽ പറഞ്ഞു 110ാമത്തെ ആയത്തിൽ, ഖുലിദുല്ലാഹ് അബിദുർ റഹ്മാൻ അയ്യമ്മാ തദ്ഉ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന. നിങ്ങൾ അല്ലാഹ്ന്ന് വിളിക്കുക, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിക്കുക. ഏത് തന്നെ നിങ്ങൾ വിളിച്ചാലും ഫലഉൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിനുള്ളത് ഉദാത്തമായ നാമങ്ങളാണ്. അപ്പൊ അള്ളാഹുവേ, റഹ്മാനെ എന്നൊക്കെ തുടങ്ങി അള്ളാഹുവിന്റെ ഇസ്മുൽ അഅ്ലമാകട്ടെ, അസ്മാഉൽ ഹുസ്നകളിൽപ്പെട്ട മറ്റ് നാമങ്ങളാകട്ടെ, നിങ്ങളത് അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്യുക എന്നത് ദുആയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. സൂറത്ത് അറാഫിലെ 180ാമത്തെ ആയത്താണ് ഞാൻ ഓതി വെച്ചത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഉദാത്തമായ നാമങ്ങളുണ്ട്. ഫദ്ഉഹു ബിഹാ, നിങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട് ദുആ ചെയ്യുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. ഇപ്പൊ സൂറത്ത് ഇസ്രായിലെ 110ാമത്തെ ആയത്തിനെ ഈ ആയത്ത് കൊണ്ടാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനാണ് അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നകൾ ഉള്ളത്? ഫദ്ഉഹു ബിഹാ, നിങ്ങൾ ആ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളുണ്ട്, അവരെ നിങ്ങൾ വിട്ടേക്കുക. സയുജ്സൗന മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു വരുന്നതിന്റെ ഫലം അവർക്ക് വഴിയെ നൽകപ്പെടുക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമുക്ക് വരുന്ന വലിയ ഒരു അപജയം എന്ന് പറയുന്നത്, അള്ളാഹു നമുക്കൊരു വലിയ ഭാഗ്യം നൽകിയിട്ടുണ്ട്, ആ ഭാഗ്യം നമ്മൾ തിരിച്ചറിയാതെ പോവുക. ആ ഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നതാണ്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക എന്ന ആ മഹാഭാഗ്യം നമ്മുടെ മറ്റ് അമലുകളുടെയൊക്കെ സ്വീകാര്യതയാണത്. അതിന് അല്ലാഹു തആല, നമുക്കറിയാം ഒട്ടനവധി ആളുകൾ തൗഹീദ് മനസ്സിലാക്കി പഠിച്ച ആളുകൾക്കറിയാം ഇതിന്റെ ഗൗരവം എന്താണെന്നുള്ളത്. അതറിയാത്തത് കൊണ്ടാണ് പലരും ഇന്നും അതിൽ നമ്മുടെ സ്വന്തം മാതാപിതാക്കളടക്കമുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ജേഷ്ഠനുജന്മാരുണ്ട്, ഭാര്യമാര്, കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യമാര് വരെയുണ്ട്, അള്ളാഹുവല്ലാത്തവരോട് സങ്കടം പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി. ഇത് മനസ്സിലാക്കിയ നമുക്കുള്ള ഏറ്റവും വലിയ സങ്കടം, റബ്ബേ, എൻ്റെ ഭാര്യ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ മക്കൾ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ, അവരുടെയൊക്കെ കണ്ണിൽ ഏറ്റവും മോശപ്പെട്ടവനാണ് ഞാൻ, ഏറ്റവും നികൃഷ്ടനാണ് അവരുടെ കണ്ണിൽ ഞാൻ. എന്താ ഞാൻ ചെയ്ത തെറ്റ്? എൻ്റെ ഭാര്യയെ നോക്കാത്തതല്ല, മക്കളെ നോക്കാത്തതല്ല, വാപ്പാനെ ഉമ്മാനെ പരിചരിക്കാത്തതല്ല, മറിച്ച് അവരുടെ കണ്ണിൽ ഞാൻ ഏറ്റവും മോശപ്പെട്ടവനായത് ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്നു എന്ന വിഷയമാണ്. സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞ് നമ്മൾ ഇത് അനുഭവിക്കുന്ന ആൾ, ഈ ഭാഗ്യം തിരിച്ചറിഞ്ഞ ആൾക്കാരാ. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ. പക്ഷെ നമുക്ക് വരുന്നൊരു പരാജയം എവിടെയെന്ന് അറിയങ്ങള്, ഇത് അറിഞ്ഞിട്ടും ഇത് മനസ്സിലാക്കിയിട്ടും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നമുക്ക് അള്ളാഹിനെ അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ എവിടെ നിർത്തിയെന്നറിയോ? തൗഹീദ് മനസ്സിലായി, അവിടെ നമ്മൾ നിർത്തി. പിന്നെ
അള്ളാഹിനെ പറ്റി കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകാത്ത ഒരു കാര്യം നമ്മുടെ വലിയ പരാജയമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ആദാബുകൾ നിർബന്ധമായും പാലിക്കണം. ആ ആദാബുകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. നമ്മൾ കേട്ട ഇതിനു മുമ്പ് പറഞ്ഞ 7 ആദാബുകളും വളരെ പ്രധാനപ്പെട്ടതാ, മര്യാദകളായി പഠിപ്പിക്കപ്പെട്ടത്. അതിൽ 8ാമത്തെ കാര്യമാണിത്. അള്ളാനെ മനസ്സിലാക്കി പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക. എങ്ങനെ സഹോദരങ്ങളെ നമുക്ക് അള്ളാനെ മനസ്സിലാക്കാൻ പറ്റുക? അള്ളാന്റെ കലാമിലൂടെ അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അള്ളാഹുവിനെ അള്ളാന്റെ കലാമിലൂടെയല്ലാതെ, അവന്റെ വാക്കുകളിലൂടെയല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അള്ളാഹിനെ പറ്റി അള്ളാഹ് പറഞ്ഞു തന്നാലേ അത് നമുക്കറിയുള്ളൂ. അള്ളാന്റെ കലാം ഏതാ? ഖുർആനാണ്. ഖുർആനിന്റെ ഇൽമിനെ 2ആയി പണ്ഡിതന്മാര് ഭാഗിച്ചു. ഖുർആനിൽ ഒരുപാട് ഇൽമുകളുണ്ട്. ആ ഇൽമുകളെ ഏറ്റവും ചുരുങ്ങിയത് 2ആയി ഭാഗിച്ചാൽ പണ്ഡിതന്മാര് പറയും, 1 മഅരിഫത്തുല്ലാഹ്, 2 തഅറുഫു ശൈത്താൻ. ഖുർആനിന്റെ ഇൽമുകൾ 2 വിധമാണ്. പണ്ഡിതന്മാർ ആ ഖുർആനിന്റെ ഇൽമിനെ 2ആയിട്ട് ഭാഗിച്ചു. 1 മഅരിഫത്തുല്ലാഹ്, ഖുർആൻ പഠിക്കുമ്പോൾ, അള്ളാന്റെ കലാമ് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൽമ് അള്ളാഹിനെ പറ്റിയുള്ള അറിവാണ്. 2 തഅറുഫു ശൈത്താൻ, ശൈത്താനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഇത് രണ്ടുമാണ് ഖുർആനിന്റെ ഇൽമിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൽമ്. ഇതിൽ 1ാമത്തെ ഇൽമാണ് മഅരിഫത്തുല്ലാഹ്. സഹോദരങ്ങൾ, നമ്മൾ എവിടേക്കാ മടങ്ങിപ്പോകേണ്ടത്? അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകേണ്ടവരാ. ആ റബ്ബിനെ നമ്മൾ അറിയണ്ടേ, ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണ്ടേ. അതിനു വേണ്ടി നമ്മൾ എത്ര സമയമാണ് ചെലവഴിച്ചത്? നമുക്ക് നമ്മുടെ മകളോട് ഇഷ്ടമുണ്ട്, നമ്മളെ മകളോട് സ്നേഹമുണ്ട്. നമ്മളെ കരളിന്റെ കഷ്ടമാണ് മകൾ, അല്ലെ? അവൾക്കൊരു ഇണയെ അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ എത്ര അന്വേഷിക്കും ആ വ്യക്തിയെക്കുറിച്ച്? ആ വ്യക്തിയെ അറിയാൻ നമ്മൾ എത്ര ശ്രമിക്കും? ആ വ്യക്തിയെ അറിയാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ മാർഗം ഉപയോഗപ്പെടുത്തും? എങ്കിൽ നമ്മളെ പൊന്നു മകളെക്കാൾ, നമ്മളെ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളെക്കാളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട റബ്ബിനെ അറിയാനും മനസ്സിലാക്കാനും നമ്മൾ എത്ര സമയം മാറ്റിവെച്ചിട്ടുണ്ട് ജീവിതത്തിൽ? ആ റബ്ബിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണ്ടേ, എത്ര സമയം മാറ്റിവെച്ചിട്ടുണ്ട്? റബ്ബിനെ അറിയാൻ റബ്ബിന്റെ കലാമിലൂടെ അല്ലാതെ പറ്റൂല. ഖുർആൻ ഇങ്ങനെ വായിച്ചു നോക്കൂ, ഓരോ ആയത്തുകളും അവസാനിക്കുന്നത് അള്ളാന്റെ നാമങ്ങൾ പറഞ്ഞാണ്. അള്ളാഹ് സമീആണ്, ബസീറാണ്, അലീമാണ്, അള്ളാഹ് ഖബീറാണ്, ആലിമുൽ ഗൈബി വശഹാദയാണ്, റഹ്മാനാണ്, റഹീമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഖുർആൻ ഒരു പേജ്, ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് ഒരു പേജ് നിങ്ങളൊന്ന് മറിച്ചു നോക്ക് സഹോദരങ്ങളെ, ഇരുന്നിട്ട്. എത്രയാണ് ഒരു പേജിൽ അള്ളാന്റെ നാമം പറഞ്ഞതെന്ന്, അള്ളാന്റെ അസ്മാഉൽ ഹുസ്ന പറഞ്ഞതെന്ന്? എത്ര എണ്ണം നമുക്കറിയും? ഇത് അറിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നറിയോ? തഖ്വയുണ്ടാകും, ഖുശൂ ഉണ്ടാകും. ഞാൻ സൂറത്ത് അറാഫിലെ ആ ആയത്ത് ഓതി വെച്ചപ്പോ, അയ്യമ്മ തദൂമ, നിങ്ങൾ കുലിദു അല്ലാഹു അബ്ദുർ റഹ്മാൻ എന്ന് പറഞ്ഞില്ലേ, അതിനെ തൊട്ട് മുകളിലുള്ള ആയത്ത് നിങ്ങളൊന്ന് പോയിട്ട് പരിശോധിക്കണം. സൂറത്ത് ഇസ്രായിൽ, അൽക്കഫിന് നേരെ മേലെ, അൽക്കഫ് മറിച്ചിട്ട് അതിന്റെ ഒരു പേജ് അപ്പുറം നോക്കിയാൽ മതി. അവിടെ അള്ളാഹ് പറയാണ്, അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കി ഓർത്തിട്ട് ഖുശൂഓട് കൂടി അവർ സുജൂദ് ചെയ്യും. ഖുശൂഓട് കൂടി സുജൂദ് ചെയ്തിട്ട് യബ്കൂന, അവർ കരയും. വയസീദുഹും ഖുശൂ, ഖുശൂ വർദ്ധിക്കും. എന്നിട്ട് അവർ കരയും. അവർ പറയും, സുബ്ഹാന റബ്ബിന ഇൻ കാന വഅദു റബ്ബിന ലമഫഊല. ഞങ്ങൾ റബ്ബ് എത്ര പരിശുദ്ധനാണ്, സുബ്ഹാനല്ലാഹ്, എത്ര പരിശുദ്ധനാണ്, അവന്റെ വാഗ്ദാനം നടപ്പിൽ വരിക തന്നെ ചെയ്യും എന്നവർ കരഞ്ഞുകൊണ്ട് പറയും. അവർക്ക് ഖുശൂ വർദ്ധിക്കും. ഇത് പറഞ്ഞതിന് ശേഷമാണ് അള്ളാഹു ഈ ആയത്ത് പറഞ്ഞത്, ഖുലിദുല്ലാഹ് അവിദുർ റഹ്മാൻ. സഹോദരങ്ങളെ, അള്ളാഹുവിനെ പറ്റിയുള്ള അറിവാണ് നമ്മളെ നമ്മുടെ എല്ലാ ഗുണങ്ങളിലേക്കും നമ്മളെ എത്തിക്കുന്നത്. നമ്മുടെ തഖ്വയും ഖുശൂഉം ഭക്തിയുമെല്ലാം അള്ളാഹിനെ പറ്റി അറിയുമ്പോൾ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ആലിമുൽ ഗൈബി വശഹാദ, അത് വന്ന സ്ഥലങ്ങളുണ്ട് ഖുർആനിൽ. ഒന്ന് മറിച്ചു നോക്കി നിങ്ങൾ. അള്ളാഹു ആലിമുൽ ഗൈബി വശഹാദയാണ് എന്ന് പറഞ്ഞ ആയത്തുകൾ പരിശോധിച്ചാൽ രഹസ്യമായോ പരസ്യമായോ നമുക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ രാവും പകലും ഒരുപോലെയായിരിക്കും, രഹസ്യവും പരസ്യവും ഒരുപോലെയായിരിക്കും. അതിനെന്ത് വേണമെന്നറിയോ? അള്ളാഹു ആലിമുൽ ഗൈബി വശഹാദയാണെന്ന് അറിയണം. അത്തരം വിഷയങ്ങൾ പറയുന്നിടത്താണ് അള്ളാഹിന്റെ ആ നാമം പ്രയോഗിച്ചിട്ടുള്ളത്. അള്ളാഹിന്റെ റഹ്മത്ത് കൊതിക്കുന്ന ആൾക്കാരാണ് നമ്മൾ.
ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. റഹ്മത്ത് ചോദിക്കുന്ന ആളുകളാ നമ്മൾ. അല്ലാഹുവേ അർജു റഹ്മത്തക്, ഇത് പറയാത്ത പ്രഭാതം ഉണ്ടോ നമുക്ക്? പ്രഭാതത്തിലെ പ്രാർത്ഥനയാണ്. അർജു റഹ്മത്തക് വലാ തഖിൽനി ഇലാ നഫ്സി തറഫത ഐനിൻ. പടച്ചോനെ, ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ കാര്യം എന്നെ സ്വന്തം ഏൽപ്പിക്കല്ല പടച്ചോനെ. വഅസ്ലിഹി ലീ ശൈഇനി കുല്ല, എന്റെ എല്ലാ കാര്യവും നീ നന്നാക്കിക്കൊണ്ട റബ്ബേ. എന്റെ ആരോഗ്യം, എന്റെ മക്കളെ കാര്യം, എന്റെ കുടുംബത്തിന്റെ കാര്യം, എന്റെ പ്രശ്നങ്ങൾ നീയല്ലാതെ നീ അറിയുന്നത് പോലെ അറിയുന്നവൻ മറ്റാരുണ്ട്? സ്വന്തം ഭാര്യ അറിയാത്ത കാര്യങ്ങൾ റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. മാതാപിതാക്കൾ അറിയാത്ത, മക്കൾ അറിയാത്ത പലതും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ട്. അല്ലേ? ആ റബ്ബിനോട് നമ്മൾ പറയാണ്, റബ്ബേ നിന്റെ റഹ്മത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും എന്റെ സ്വന്തം കാര്യം എന്നെ ഏൽപ്പിക്കല്ല പടച്ചോനെ. എന്റെ എല്ലാ കാര്യവും നന്നാക്കിക്കൊണ്ട പടച്ചോനെ. ഇത് പറയുന്ന നമുക്ക്, ആ റഹ്മത്ത് ചോദിക്കുന്ന ആഗ്രഹിക്കുന്ന നമുക്ക്, അർജു റഹ്മത്തക് എന്ന് പറയുന്ന നമുക്കറിയോ ഖുർആനിൽ അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്? റഹ്മത്തുല്ലാ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്തിൽ നിന്ന് വന്ന നാമമാണ് അർ റഹ്മാൻ അർ റഹീം. 57 തവണ ഖുർആനിൽ അർ റഹ്മാൻ എന്നും അതിനെ നേരെ ഇരട്ടി 114 തവണ ഖുർആനിൽ അർ റഹീം എന്നും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹിന്റെ റഹ്മത്ത് ആഗ്രഹിക്കുന്ന നമ്മൾ റഹ്മാനായ റബ്ബിനെ കുറിച്ച്, റഹീമായ റബ്ബിനെ കുറിച്ച് അറിയണം, പഠിക്കണം. എന്നിട്ടാണ് റബ്ബിനോട് അത് ചോദിക്കേണ്ടത്. ഇന്ന ലില്ലാഹി തിസ്അത്തും വതിസ്ഈന ഇസ്മ. റസൂൽ പറയും, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅ ഇല്ലാ വാഹിദ എന്ന് പറഞ്ഞാൽ 100ൽ 1 കുറവ്, 99 നാമങ്ങളുണ്ട്. വമൻ അഹ്സാഹ ദഖലൽ ജന്ന. ആരെങ്കിലും അത് ക്ലിപ്തപ്പെടുത്തിയാൽ സ്വർഗത്തിൽ കടന്നു. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ പറയാണ്, എന്താണ് വമൻ അഹ്സാഹ ദഖലൽ ജന്ന എന്ന് പറഞ്ഞാൽ? ഈ നാമങ്ങൾ ക്ലിപ്തപ്പെടുത്തിയാൽ അവർ സ്വർഗത്തിൽ കടന്നു. അള്ളാഹുവിന്റെ നാമങ്ങൾ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കൃത്യമായി അത് ഉൾക്കൊണ്ടുകൊണ്ട് അവന്റെ നാമങ്ങൾ ഉപയോഗിച്ച് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ സംശയം വേണ്ട, ദഖലൽ ജന്ന, സ്വർഗത്ത് കടന്നു. അസ്മാഉൽ ഹുസ്നന്റെ ചാർട്ട് വാങ്ങിയിട്ട് തൂക്കാനല്ല പറഞ്ഞത്. നമുക്കുള്ള പണി എന്താ? അസ്മാഉൽ ഹുസ്ന കിട്ടും, നല്ല ഭംഗിയിൽ ഫ്രെയിം ചെയ്തത് കിട്ടും. അത് കുടിക്കലിന് കൊണ്ടുപോകുമ്പം നമ്മൾ സമ്മാനം കൊടുക്കും. കിട്ടിയത് ഭയങ്കര കാര്യമായിട്ട് ചുമരുമ്പോൾ തൂക്കും ചെയ്യും. അസ്മാഉൽ ഹുസ്ന തൂക്കും, ചാർട്ട് തൂക്കും, അതിന്റെ ബോർഡ് തൂക്കും. എന്നിട്ട് അതിന്റെ ബർക്കത്ത് ആഗ്രഹിക്കും, പ്രതീക്ഷിക്കും. അങ്ങനെ ചാർട്ട് തൂക്കേണ്ടതും ബോർഡ് തൂക്കേണ്ടതും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കേണ്ടതുമല്ല അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്ന. അതറിയണം, പഠിക്കണം. ഓരോ വാക്കുകളും അള്ളാഹു ഖബീറാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറയുമ്പം നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ഈമാനുണ്ട് സഹോദരങ്ങളെ. അള്ളാഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങളെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെച്ചത് അറിയുന്നവനാണ് അള്ളാഹു എന്ന് നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങൾ, അതിൽ വലിയ ആശയമുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹിനോട് പറയുമ്പോൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയിട്ട് പറയാ. നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്, റിസ്ക് വിശാലമായി കിട്ടണം, കടമുണ്ട്, ബാധ്യതകളുണ്ട്. പടച്ചവനെ, ഇനിയും ബാധ്യതകളിലേക്ക് പോയാൽ പ്രയാസമാണ്. റാസിക്കായ റബ്ബേ, റസാഖായ റബ്ബേ, റിസ്ക് വിശാലമാക്കി കൊണ്ട പടച്ചോനെ. റഹ്മാനായ റബ്ബെ, എനിക്ക് റഹ്മത്ത് കൊണ്ട പടച്ചോനെ. വഫാറായ തൗവാബായ റബ്ബെ, എന്റെ തൗബ സ്വീകരിക്ക്, എന്റെ പാപങ്ങൾ പൊറുത്തു കൊണ്ട റബ്ബേ. ഇങ്ങനെ പറയാൻ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ള ഇൽമിലേക്ക് നമ്മൾ എത്തിയാൽ സഹോദരങ്ങൾ, അത് പ്രാർത്ഥനയുടെ മര്യാദകളിൽ പെട്ടതാണ്. 9ാമത്തെ മര്യാദ അൽ ബദു ബിൽ ഹംദി അവിസ്സന, ഹംദ് കൊണ്ടും സനാ കൊണ്ടും തുടങ്ങുക എന്നതാണ്. എന്താണ് ഹംദ് കൊണ്ടും സനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇത് ദഖല റജുലുൻ ഫസല്ല, ഒരാൾ വന്നിട്ട് നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ശേഷം ഫഖാല അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി എന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി പറഞ്ഞു, അജ്ജൽത അയ്യുഹൽ മുസല്ലി, നിസ്കാരക്കാരാ, നീ ധൃതി കാണിച്ചു. ഇദാ സല്ലൈത ഫഖഅത ഫഹ്മദില്ലാ ബിമാ ഹുവ അഹ്ലഹു വസല്ലി അലയ്യ സുമ്മ ദഉ. നിസ്കാരക്കാരൻ, നീ ധൃതി കാണിക്കരുത്. നിസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്നിട്ട് ഹംദ് ചൊല്ലണം. ഹംദിനും സ്തുതിക്കുമൊക്കെ അർഹതപ്പെട്ട ആളുകൾ, അവർക്കൊക്കെ അത് കൊടുക്കണം.
എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, സുമ്മ ദുഅഹു, എന്നിട്ട് ദുആ ചെയ്യണം. അപ്പൊ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ മര്യാദയാണ്. നമ്മൾ എന്ത് പ്രാർത്ഥിക്കുകയാണെങ്കിലും അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ആരംഭിക്കുക. നിങ്ങൾ നോക്കി, ഏത് പ്രാർത്ഥനയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളൊക്കെ എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയുമതൊക്കെ. ഇപ്പൊ നമ്മൾ 17 തവണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഏതാ? 17 തവണ നിർബന്ധമായിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അത് പ്രാർത്ഥന. അതുകൊണ്ടാണ് അവസാനം ആമീൻ പറയണത്. അല്ലേ? അത് തുടങ്ങണത് എങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇതൊക്കെ പറഞ്ഞിട്ടാ, ഹംദ് പറഞ്ഞിട്ടാണ് തുടങ്ങണത്. റബ്ബിന്റെ നാമങ്ങൾ എടുത്ത് പറഞ്ഞിട്ടാണ്, അസ്മാഉൽ ഹുസ്ന എടുത്ത് പറഞ്ഞിട്ടാണ് നമ്മൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് സമ്മതിച്ചതിന് തൗഹീദ് അംഗീകരിക്കുന്നവരാണ് എന്ന് സമ്മതിച്ച് അള്ളാഹിനെ പറ്റി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറയണത്. തൗഹീദ് അംഗീകരിച്ചാൽ മാത്രം പോരാ, അള്ളാഹിനെ പറ്റി ആദ്യം മനസ്സിലാക്കിയിട്ടാണ് പിന്നെ തൗഹീദ് അംഗീകരിക്കുന്നത്. എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നതാണ്. രാത്രി നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ എടുത്തു നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരങ്ങളിലൊക്കെ ഈ ഹംദ് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയങ്ങളിലൊക്കെ ഹംദ് വർദ്ധിപ്പിക്കുക. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത മലിക്കുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത ഖാലിഖുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമൻ ഫീഹിന്ന. അങ്ങനെ പറഞ്ഞിട്ട് ഹംദ് ഇങ്ങനെ ആവർത്തിച്ച് പറയണം. അപ്പൊ പ്രാർത്ഥിക്കുമ്പം ഹംദും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതും പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ പറയുന്ന ഈ സംസാരം മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മാത്രമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ ആർക്ക് ഭാഗ്യം കിട്ടിയോ അവൻ വിജയിച്ചു. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ആരാണ് ഭാഗ്യമുള്ള വിജയിച്ച മുഅ്മിൻ? അല്ലാഹ് അടയാളങ്ങൾ പറഞ്ഞു വരുന്നു. നിസ്കാരം കൃത്യമായി നിർത്തും, അതിൽ ഖുശൂ ഉണ്ടായിരിക്കും. 2, വല്ലദീനഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ. അനാവശ്യമായ വിനോദങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിരിക്കും അവർ. ഇത് മുഅ്മിനോടാ. ഈ സൂറത്ത് തുടങ്ങുന്നത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാ, അവസാനിക്കുന്നത് മുഅ്മിനായി മരിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചുകൊണ്ടാ. റബ്ബിഗ്ഫിർ വർഹം വ അൻത ഖൈറുർ റഹീമീൻ. ഈ പ്രാർത്ഥനയാണ് മുഅ്മിന്റെ അവസാനത്തെ ആയത്ത്. അല്ലാഹുവേ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്ക പടച്ചോനേന്ന്. ഇത് ആഗ്രഹിക്കുന്ന ആളുകളെ നിർബന്ധമായും അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഓരോ സമയത്ത് ഓരോ വിനോദങ്ങൾ, വ്യത്യസ്തങ്ങളായ വിനോദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ലോകകപ്പുകൾ തന്നെ ധാരാളം പല കളികളിലെ ലോകകപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പം കുറച്ച് അധികമാകുന്നുണ്ട് എന്ന കാര്യം നമ്മളൊക്കെയും ചിന്തിക്കണം. എല്ലാവരും മുഅ്മിനീങ്ങളായ മുഴുവൻ ആളുകളും. വിനോദത്തിന് ഇസ്ലാം എതിരൊന്നുമല്ല. ഫുട്ബോൾ കളിക്കാം, ഫുട്ബോൾ കാണാം, അതിനൊന്നും ഇസ്ലാം എതിരല്ല. ഇസ്ലാം എവിടെയും എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ അത് നിഷിദ്ധമാവുകയും വലിയ തെറ്റായി മാറുകയും ചെയ്യുന്ന ചില മേഖലകളുണ്ട്. അവിടേക്ക് നമ്മൾ എത്തുന്നു എന്നതാണ്. കളി കണ്ട് സുബഹി നമസ്കാരം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരാൾക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ ആ കണ്ട വിനോദം ഹറാമായിട്ട് മാറും. അവിടെ നമ്മൾ സൂക്ഷിക്കണം. ധൂർത്തും പൊങ്ങച്ചവും ആർഭാടവും കടന്നു വരുമ്പോൾ അത് അള്ളാഹിന് ഇഷ്ടമല്ലാത്ത കാര്യമായിട്ട് മാറും. അത് ഹറാമായിട്ട് മാറും. ഇപ്പം ഉണ്ടാകുന്നൊരവസ്ഥ എന്താ വെച്ചാൽ, ഓരോ കൊല്ലവും ഇതിങ്ങനെ വർദ്ധിച്ച് ഏറ്റവും വലിയ കട്ടൗട്ടും ഏറ്റവും വലിയ ബോർഡും എൻ്റെ നാട്ടിൽ എൻ്റെ ടീമിൻ്റെതാകണം എന്ന വാശിയാണ്. എന്നിട്ട് അവിടെ 600 അടി എങ്കിൽ 601 അടിയാക്കാൻ എന്താ പണിയെന്ന് ആലോചിക്കുന്നത്. ഇവിടേക്ക് വരികയാണ്. ഇത് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നാളെ പരലോകത്ത് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചോദ്യം ഉണ്ടാകും, മറുപടി പറയേണ്ടി വരും.
നമ്മൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിന് അള്ളാഹു ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്. ആ അതിർത്തി കടക്കാൻ നമ്മൾ ആരും ശ്രമിക്കരുത്. അത് നമ്മൾ എന്ത് തന്നെ ന്യായീകരണം പറഞ്ഞാലും ശരി, പല രാജ്യങ്ങളും നമ്മൾ ഇസ്രായേൽ ഫലസ്തീനിന് നേരെ നടത്തിയ ഭീകരമായ അക്രമത്തെ അപലപിച്ചുകൊണ്ട് ഇസ്രായേൽ പുറത്തിറക്കുന്ന പ്രോഡക്റ്റുകൾ പോലും നമ്മളെ കടിയിൽ വിൽക്കാത്ത ആൾക്കാരാ, നമ്മൾ വാങ്ങാത്ത ആൾക്കാരാ.